എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കാടമുട്ട കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 12 കാടമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒന്ന് തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഈ കാടമുട്ടയും കാടക്കോഴിയുടെ ഇറച്ചിയൊക്കെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാടമുട്ടയ്ക്ക് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ കോഴിമുട്ട കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. ഇതുപോലെ മുട്ടയെല്ലാം തോട് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വരഞ്ഞെടുക്കാം. മുട്ടയെല്ലാം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അത് ഇതേപോലെ തോല് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാമ്പാറിനൊക്കെ ഇടാൻ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിൽ ഈ ഉരുളക്കിഴങ്ങിനെയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു സവാള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും 2 ഏലക്കയും 2 പട്ടയും 2 കഷ്ണം ഗ്രാമ്പും ഒരു വയണയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇങ്ങനെ അരച്ചെടുത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറി നല്ല തിക്കായിട്ട് കിട്ടും. സവാള ഇതുപോലെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായി വഴറ്റിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുത്ത ഈ വയണയില എടുത്തങ്ങ് മാറ്റിക്കളയാം. അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അത് മാറ്റിക്കളയാം. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായി മൂത്ത് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇനി നന്നായിട്ടൊന്ന് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വീണ്ടും തുറന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ചെറിയ തക്കാളി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള കാടമുട്ടക്കറി. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.